ക്വാളിറ്റി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇംപ്ലാന്റിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ആ ഇംപ്ലാന്റ് വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ എന്ന് അനലൈസ് ചെയ്യുക. കൂടിയ ഇംപ്ലാന്റ്സ് അവരുടെ മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ അവർ കൂടുതൽ സമയവും അതുപോലെ തന്നെ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. ഒരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? ബ്രാൻഡിനെ കുറിച്ചാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് കൂടുതൽ അറിയേണ്ടത്? ബ്രാൻഡ് ഡെഫിനറ്റ്ലി പേഷ്യൻ്റ് അറിയണം. അതായത് പേഷ്യൻ്റിന് അതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം. ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ആ ബ്രാൻഡ് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലം, റീസെൻ്റ് ആയിട്ട് വന്ന ബ്രാൻഡ്സ് ആണോ. ഇന്ന് നമ്മൾ കൂടെ ഉള്ളത് ഇംപ്ലാന്റിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായിട്ടുള്ള ഷിഫ ഡോക്ടറാണ്. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇംപ്ലാന്റിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഡോക്ടറെ, ഈ ഇംപ്ലാന്റിൽ പ്രൈസ് കൂടിയത് കുറഞ്ഞത് അതുപോലെ തന്നെ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് അതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇംപ്ലാന്റ്സ് ഒരുപാട് വിധത്തിലുണ്ട്. ഇപ്പം നമ്മൾക്ക് എന്താ പറയുക, എല്ല് തന്നെ പല രീതിയിലുള്ള എല്ലുകളുണ്ട്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് എല്ലിൻ്റെ മേലെയാണ് നമ്മൾ ഇംപ്ലാന്റ് വെക്കുന്നതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇതുകൂടാതെ പ്രൈസ് കൂടിയ ഇംപ്ലാന്റ്സ് ഉണ്ട്, പ്രൈസ് കുറഞ്ഞ ഇംപ്ലാന്റ്സ് ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രൈസ് കൂടിയ ഇംപ്ലാന്റിൻ്റെ ഒരു കോപ്പി ആയിരിക്കും ഈ പ്രൈസ് കുറഞ്ഞ ഇംപ്ലാന്റ്സ്. പ്രൈസ് കൂടിയ ഇംപ്ലാന്റ്സ് അവരുടെ മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ അവർ കൂടുതൽ സമയവും അതുപോലെ തന്നെ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രൊഡക്റ്റിന് ഇൻ കേസ് എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അത് പിന്നീട് കറക്റ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാനും അവർ എക്യുപ്ഡ് ആയിരിക്കും. പലപ്പോഴും ഈ ക്വാളിറ്റി പ്രൈസ് കുറഞ്ഞ ഇംപ്ലാന്റ്സ് വരുന്നത് പലപ്പോഴും ഇങ്ങനെ ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഇംപ്ലാന്റ്സിന് കോപ്പി ആയിട്ടാണ് ചില ഇംപ്ലാന്റ്സ് വരുന്നത്. ക്വാളിറ്റി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇംപ്ലാന്റിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ആ ഇംപ്ലാന്റ് വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ എന്ന് അനലൈസ് ചെയ്യുക. അതാണ് വേണ്ടത്. അതുപോലെ തന്നെ പ്രോപ്പർ പ്ലാനിങ്. ഒരു കേസ് ഉണ്ടെങ്കിൽ ആ ഇംപ്ലാന്റ് ആ കേസിന് സ്യൂട്ടബിൾ ആണെങ്കിൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, ഇംപ്ലാന്റ് എത്ര അടിയിലേക്കാണ് വെക്കേണ്ടത്, എത്ര മേലെയാണ് ഇംപ്ലാന്റ് വെക്കേണ്ടത്, ഇംപ്ലാന്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പല്ല് വെക്കാൻ പറ്റുമോ, പല്ല് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇംപ്ലാന്റും പല്ലും തമ്മിൽ കളക്ട് ചെയ്യേണ്ട പ്ലാറ്റ്ഫോം എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വെക്കുകയാണെങ്കിൽ ഈവൻ ആ പ്രൈസ് കുറഞ്ഞ ഇംപ്ലാന്റ്സ് ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഡെലിവർ ചെയ്യാൻ പറ്റും. പക്ഷേ ചില രീതിയിൽ, അതായത് പ്രൈസ് കൂടിയ ഇംപ്ലാന്റ്സിൽ വേറെ കുറേ കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഓഡിയും മാരുതിയും ഉണ്ട്. ഓഡി ആ പ്രൈസിന്റെ ആ ഒരു ക്വാളിറ്റി ലാസ്റ്റിംഗിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. ക്വാളിറ്റി കുറഞ്ഞ ഇംപ്ലാന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം നിൽക്കും, അങ്ങനത്തെ ഇല്ല, അങ്ങനെയല്ല ഡിഫറൻസ് ഉള്ളത്. പക്ഷേ ചില ഇംപ്ലാന്റ്സിന് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ടാകും. ഇപ്പൊ നമ്മള് മാരുതി മേടിച്ചാലും ഓഡി മേടിച്ചു കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിന്റെ പെർഫോമൻസും കുറയും, അല്ലെ? രണ്ടിന്റെ പെർഫോമൻസും ചിലപ്പോൾ കുറയും. ബട്ട് അതിന് മാരുതി തരുന്ന ഫീച്ചേഴ്സ് ചിലപ്പോൾ ഓഡിക്ക് തരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചില ഇംപ്ലാന്റ്സ് ബോൺ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സർഫസ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയും, കുറഞ്ഞ കാലം കൊണ്ട് ബോൺ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഷുഗർ ഉള്ള പേഷ്യൻസിന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഇംപ്ലാന്റ്സ് എല്ലാം ഉണ്ട്. ഇതിന്റെ പ്രൈസിനാണെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടോ അതോ ഏകദേശം ഒരേപോലെയാണോ ഇതിന്റെ പ്രൈസുകൾ? ഇല്ല, ഇപ്പം നമ്മൾ ഇന്ത്യൻ മെയ്ഡ് ഇംപ്ലാന്റ്സ് ആണെങ്കിൽ യൂഷ്വലി നമുക്കൊരു 20-25,000 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ മെയ്ഡ് ഇംപ്ലാന്റ്സ് ഒരു 65,000 to 80,000 ചാർജ് വരും. സോ നല്ല രീതിയിൽ ഇപ്പം നമ്മൾ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടൊരു സുസുക്കി വാങ്ങിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാർ വാങ്ങിക്കുകയാണെങ്കിലും ഡിഫറൻസ് പോലെ തന്നെയാണ്. ഏതാണ് കൂടുതൽ പേഷ്യൻസിന് സജഷൻ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയല്ല, ശരിക്കും ഒരു ബ്രാൻഡ് എല്ലാ പേഷ്യൻസിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു പേഷ്യൻ്റെ എല്ലാ ഏരിയയിലും ഒരേ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാനും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നുണ്ട്. ഒരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? ബ്രാൻഡിനെ കുറിച്ചാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് കൂടുതൽ അറിയേണ്ടത്? ബ്രാൻഡ് ഡെഫിനറ്റ്ലി പേഷ്യൻ്റ് അറിയണം. അതായത് പേഷ്യൻ്റിന് അതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം. ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ആ ബ്രാൻഡ് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലം, റീസെൻ്റ് ആയിട്ട് വന്ന ബ്രാൻഡ്സ് ആണോ. കാരണം ഒരുപാട് കാലമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡ്സ് ആണെങ്കിൽ അവർക്കുള്ള റിസർച്ച് പാക്കിങ്ങും അതുപോലെ തന്നെ അവർക്കുള്ള ആ ഒരു എവിഡൻസും ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കും. ന്യൂവർ ആയിട്ട് വന്നിട്ടുള്ള ബ്രാൻഡ് ആണെങ്കിൽ അതിനി എത്ര കാലം മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് ഇപ്പോഴും ക്ലിയർ അല്ല. സോ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇംപ്ലാന്റ് വായിൽ വെച്ച് കഴിഞ്ഞാൽ തരുന്നൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അത് പേഷ്യൻസ് ക്ലിയർ ആയിട്ട് സൂക്ഷിക്കണം. പലപ്പോഴും കെയർലെസ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇടും. അശ്രദ്ധമായിട്ട് കളയാനുള്ള ഒന്നല്ല അത്. ലോങ് ടേമുക്ക് ആവശ്യമുള്ള ഒരു ഡോക്യുമെന്റ് ആണിത്. കാരണം ഇംപ്ലാന്റ് ഏത് കമ്പനിയുടെ ബ്രാൻഡാണ് നമ്മുടെ വായിൽ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കണം.
മാത്രമല്ല ഇത് ഏത് സൈസാണ്, അതായത് നാരോ ഇംപ്ലാന്റ്, വൈഡ്, റെഗുലർ ബോഡി, അങ്ങനെ 3 ടൈപ്പിലുണ്ട് യൂഷ്വലി ഇംപ്ലാന്റ്സ്. അപ്പോൾ അതിൽ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇൻ കേസ് അതിന് ഇംപ്ലാന്റ്സിൻ്റെ സ്ക്രൂ ലൂസനിങ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു റിപ്പയർ ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഇംപ്ലാന്റ് ഒരു പ്രാവശ്യം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണോ? 2 വർഷം കൂടുമ്പോൾ എന്താണ് കൺസൾട്ട് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും വേണ്ടി വരുമോ? ഇപ്പം നമ്മൾ ഓഡി എടുത്തു കഴിഞ്ഞാലും മാരുതി എടുത്തു കഴിഞ്ഞാലും സർവീസ് നിർബന്ധം. സർവീസ് നിൽക്കാതെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് കൺസൾട്ടേഷൻ നല്ലതായിരിക്കും, കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മെക്കാനിക്കൽ പാർട്സ് ആണ്, അപ്പം അതിന് കെയർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ വായിലുള്ള ലോഞ്ചിറ്റിവിറ്റിനെ എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഉണ്ടാവുമോ? ലൈഫ് ലോങ് ആസ് ഫാർ ആസ് ബാക്കി ഇപ്പോൾ ഇംപ്ലാന്റ് വെച്ചു അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ളൊരു പലരും ഇൻഫെക്ഷൻ പിന്നീട് ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിക്കുക, അത് ഈ ഇംപ്ലാന്റിലേക്കും സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ വായിലുള്ള ബാക്കി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇംപ്ലാന്റിനെയും അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സർവീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോർമൽ ഒരു ഇംപ്ലാന്റിന് മാത്രമല്ല കെയർ ചെയ്യുന്നത്, ബാക്കിയുള്ള പല്ലുകളും നമ്മൾ കെയർ ചെയ്യണം. കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്ലാന്റ് നിലനിൽക്കുള്ളൂ. ഇംപ്ലാന്റ് ഒറ്റയ്ക്ക് നിലനിൽക്കില്ല, അതൊരു എൻവയൺമെന്റിലാണ് നിലനിൽക്കുന്നത്. സോ ഇംപ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിലനിൽക്കണമെങ്കിൽ ചുറ്റുമുള്ള എൻവയൺമെന്റും അതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കണം. ഈവൻ പേഷ്യൻറ്റിൻ്റെ ബോഡി സ്റ്റാറ്റസ്, ഹെൽത്ത് സ്റ്റാറ്റസ് ആണെങ്കിലും, ഇപ്പം ഷുഗർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഷുഗർ ഡെവലപ്പ് ചെയ്തേക്കാം, അത് കാരണം കൊണ്ട് മോണയിൽ ചില ചേഞ്ചസ് ഉണ്ടായേക്കാം. അത് ബാക്കി പല്ലുകൾ എഫക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇംപ്ലാന്റിനെയും എഫക്റ്റ് ചെയ്യും. സോ അത് നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് നോക്കണം. ഇംപ്ലാന്റ് ഷുഗർ ബാധിക്കും ഇംപ്ലാന്റിനല്ലേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് നമ്മുടെ ബോഡി, ദ ഹോൾ ഹെൽത്ത്, ഒരു മനുഷ്യന്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംപ്ലാന്റ് വേറെ, അത് പിന്നെ മുഴുവൻ ജീവനും ആയുസ്സും നിലനിൽക്കും സൈൻ, ബാക്കി ബോഡി ചിലപ്പോൾ താഴത്തേക്ക് പോകും. അങ്ങനെയല്ല, നമ്മളുടെ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിനിപ്പോൾ ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ഒരാളുടെ സ്മോക്കിംഗ് ആണെങ്കിലും അത് അയാളുടെ ഹോൾ ബോഡിനെ അഫക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇംപ്ലാന്റിനെയും അഫക്റ്റ് ചെയ്യാം. പല രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ സർവീസ് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ എന്തായാലും മുടങ്ങാതെ കറക്റ്റ് ടൈമിൽ നമ്മൾ ചെയ്യണം.